102ാം പിറന്നാളിന്റെ ആഘോഷനിറവിലാണ് പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂൾ. 2.5 പതിറ്റാണ്ടിലേക്ക് കുതിക്കുന്ന പാവറട്ടിയുടെ സ്വന്തം കുഞ്ഞു വിദ്യാലയം പുത്തൂർ പ്ലേ സ്കൂൾ ആൻഡ് ഡേ കെയറിന്റെ വാർഷികാഘോഷം വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് പുത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ഒപ്പം രക്ഷാകർതൃദിനവും മാതൃസംഗമവും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങ് പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജീന MM ഉദ്ഘാടനം ചെയ്തു. 22ാം വാർഷികം ആഘോഷിക്കുന്ന പുത്തൂർ ഡേ കെയറിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. ഇനി ഒരുപാട് കാലം നമ്മുടെ ഈ ഒരു സ്ഥാപനം നിലനിൽക്കാനും ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും അതിപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്നൊരു സ്റ്റേജ് ഇവിടെ ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ ഇന്ന് ആദ്യത്തെ ഒരു പരിപാടിയാണ്. അതെന്തായാലും നല്ല രീതിയിൽ തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ നല്ല താരനിരകളോട് കൂടെ തന്നെ അല്ലേ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു. എന്തായാലും അതിയായ സന്തോഷമുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്കൂൾ മാനേജർ ടിറ്റോ ഡി പുത്തൂർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ശ്രീമതി സിൽജി, കണ്ടന്റ് റൈറ്റർ ജെബിൻ ജോസഫ്, ശ്രീ ആന്റോ ലിജോ, ഡോക്ടർ ലറീറ്റ ചീരൻ, ശ്രീമതി നിജി ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയൽ പത്തരമാറ്റിലെ മുഖ്യ താരങ്ങളും അണിയറ പ്രവർത്തകരും വാർഷികാഘോഷത്തിൽ മുഖ്യ അതിഥികളായി എത്തിയത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഹരം പകർന്നു. സീരിയലിലെ ഹിറ്റ് ക്യാരക്ടർ മൂർത്തി മുത്തശ്ശന്റെ കൊച്ചുമകനായ അഭിയെ അവതരിപ്പിക്കുന്ന ആകാശ് മുരളി, അനാമിക എന്ന രസികൻ നെഗറ്റീവ് ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ഗ്രീഷ്മ രമേശ്, ദേവയാനി എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രശ്മി രാഹുൽ, മറ്റൊരു പ്രധാന കഥാപാത്രമായ ജലജയെ അവതരിപ്പിക്കുന്ന സ്മിത സാമുവൽ, അനി എന്ന നായകതുല്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിഷ്ണു ബാലകൃഷ്ണൻ, പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ണി പേരൂർക്കട, മറ്റൊരു പ്രധാന പോസിറ്റീവ് കഥാപാത്രമായ ജയന് ജീവൻ പകരുന്ന യഹിയ ഖാദർ, നായിക നയനയെ അവതരിപ്പിക്കുന്ന ലക്ഷ്മി കീർത്തന എന്നിങ്ങനെ മിനിസ്ക്രീനിലെ ഇഷ്ടതാരങ്ങൾ ഒന്നടങ്കം ഒരു പ്ലേ സ്കൂൾ ഡേ കെയറിന്റെ വാർഷിക ആഘോഷത്തിന് എത്തിച്ചേർന്നത് നാടിന് നവ്യ അനുഭവമായി. നിരവധി വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ ഇതാദ്യമായി വേദിയിൽ കയറിയ കുഞ്ഞു താരങ്ങളെ പ്രോത്സാഹിപ്പിച്ചും അവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തും അവർക്കൊപ്പം നൃത്തമാടിയും താരപ്പകിട്ടിനപ്പുറം ഓരോ താരങ്ങളും ആഘോഷ നിമിഷങ്ങൾക്ക് ഇരട്ടി മധുരം പകർന്നു. നാല് മാസം മുതൽ UKG വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച ഈ കുഞ്ഞു വിദ്യാലയം ഇന്ന് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പാവറട്ടിയിൽ 2 പതിറ്റാണ്ടുകൾ പിന്നിടുന്നുവെന്നത് തികച്ചും അഭിനന്ദനാർഹം തന്നെയാണ്. അംഗൻവാടി, ബാലവാടി, നഴ്സറി കൾച്ചറിൽ നിന്നും ഡേ കെയർ KG ക്ലാസുകളിലേക്കുള്ള നാടിന്റെ മാറ്റം കൃത്യമായി തിരിച്ചറിഞ്ഞ് 2003 ഓഗസ്റ്റിലാണ് ബിമിത ടിറ്റോ പുത്തൂർ ഡേ കെയർ പ്ലേ സ്കൂളിന് അടിത്തറ പാകുന്നത്. വമ്പൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മത്സരബുദ്ധിയോടെ വാഴുന്ന പാവറട്ടിയിൽ ചെറിയൊരു സ്വകാര്യ വിദ്യാലയം അങ്ങനെ 2003 മുതൽ പാവറട്ടിക്കാർക്ക് സുപരിചിതമായി. കഴിഞ്ഞ 21 വർഷങ്ങളിലെയും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സജീവമായി നിലനിന്നിരുന്നു ഈ കുഞ്ഞു വിദ്യാലയം എന്നതിന് നിരവധിയാണ് നേർസാക്ഷ്യങ്ങൾ. നാടിന്റെ ഓരോ ഋതുഭേദങ്ങളും നമ്മുടെ കുഞ്ഞുമക്കളിൽ പലരും തങ്ങളുടെ കൂട്ടുകാർക്കൊപ്പം ആദ്യമായി കണ്ണിറച്ചു കണ്ടത് ഈ വിദ്യാലയത്തിലൂടെയായിരുന്നു. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന കുടുംബങ്ങൾ പാവറട്ടിയിലും പരിസരങ്ങളിലും ഒരുപാട് വളർന്നപ്പോൾ കുഞ്ഞുമക്കളെ വിശ്വസിച്ചേൽപ്പിച്ചു പോകുന്ന ഒരിടം, അതും തങ്ങളുടെ കുഞ്ഞുമക്കളുടെ മാനസികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് അനുയോജ്യമായ ഒരിടം എന്ന നിലയിൽ ഈ വിദ്യാലയത്തിന് ഈ നാട്ടിലുള്ള പേര് വളരെ വലുതാണിന്ന്. പല മേഖലകളിൽ പ്രശസ്തരായ പ്രതിഭകൾ കഴിഞ്ഞ 21 വർഷങ്ങളിൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു എന്നത് എക്കാലത്തും അഭിമാനകരമാണ് ഈ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിന്. സ്കൂൾ പ്രിൻസിപ്പാളും ഈ കുഞ്ഞു വിദ്യാലയത്തിന്റെ അമരക്കാരിയുമായ ബിമിത ടിറ്റോ കലാകാരി എന്ന നിലയിലും സഹൃദയർക്ക് സുപരിചിതയാണ്. പ്രിയതമനായ ടിറ്റോ പുത്തൂരിനൊപ്പം ടെലിവിഷൻ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിരവധി റിയാലിറ്റി ഷോകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രശസ്തയായ ഈ അഭിനേത്രി ഇപ്പോൾ ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയൽ പത്തരമാറ്റിലെ ഏറെ ശ്രദ്ധേയയായ കഥാപാത്രം ജാനകിക്ക് ജീവൻ പകരുന്നു. ഭർത്താവും ടെലിവിഷൻ താരവുമായ
ടിറ്റു പുത്തൂർ. യശശരീരനായ അദ്ദേഹത്തിന്റെ പിതാവ് പാവറട്ടിക്കാർക്ക് ഏറെ സുപരിചിതനായിരുന്ന PT ഡേവിഡ് മാസ്റ്റർ, മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവരുടെ നിറഞ്ഞ പ്രോത്സാഹനങ്ങളിലാണ് ഈ കുഞ്ഞു വിദ്യാലയം ഇത്രയും കാലം നിറഞ്ഞു തളിർത്തത്. ഒപ്പം ഇക്കാലയളവിൽ തങ്ങളുടെ കുഞ്ഞുമക്കളെ ഈ വിദ്യാലയത്തിലേക്ക് വിശ്വസിച്ചയച്ച രക്ഷിതാക്കളാണ് ഈ 22ാം വാർഷികാഘോഷത്തിൽ കൃതജ്ഞതയോടെ ഓർക്കാനുള്ളവർ.